ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിലെ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിരം ഒഴിവുകളാണ്. 6555 ഒഴിവുകളാണുള്ളത്. 2 കാറ്റഗറിയിലായിട്ടാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നീ 2 കാറ്റഗറിയിലായിട്ട് നിയമനം. ഒരു കാര്യം മറ്റേ ശ്രദ്ധിക്കുക, ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. അത് വരുമ്പോഴേ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അതിലേക്കെങ്കിലും അപ്ലൈ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2026 ജൂൺ 30 മുതൽ ജൂലൈ 29 വരെ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്നുള്ളതാണ്. അതിലേക്ക് 323 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. 18 മുതൽ 33 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 29,200 രൂപയായിരിക്കും അടിസ്ഥാന ശമ്പളം. രണ്ടാമത്തെ കാറ്റഗറി ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നുള്ളതാണ്. അതിലേക്ക് 6,242 ഒഴിവുകളുണ്ട്. 18 മുതൽ 30 വയസ്സിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടിസ്ഥാന ശമ്പളം 19,900 ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, പല RRBകളുടെ കീഴിലാണ് വേക്കൻസികൾ, ഈ 6,565 വേക്കൻസികളുള്ളത്. കേരളത്തിലുള്ളത് തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. നമ്മൾ ഏതെങ്കിലും ഒരു RRBക്ക് കീഴിലേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ടെക്നീഷ്യൻ 2 കാറ്റഗറിയിലേക്കും അപേക്ഷിക്കാൻ പറ്റും. എലിജിബിൾ ആണ്. പക്ഷേ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് BSc ഡിഗ്രി, അതായത് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ, ഇതിലേതെങ്കിലുള്ള BSc ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഈ ബന്ധപ്പെട്ട ട്രേഡുകളുള്ളവർക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ട്രേഡുകളിലുള്ള BTech ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. രണ്ടാമത്തെ കാറ്റഗറി ഗ്രേഡ് 3 ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് 10ാം ക്ലാസ്സും ITI, അതായത് NCVTയോ SCVTയോ ഏതായാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ആക്ട് അപ്രന്റീസ് കംപ്ലീറ്റ് ചെയ്തവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നവരെ മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് പറഞ്ഞിരിക്കുന്നത് SC/ST-കാർക്കും എക്സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റികൾക്കും 250 രൂപയാണ്. അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വഴിയായിരിക്കും സെലക്ഷന്. ആ CBT എഴുതി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. മറ്റുള്ളവർക്കെല്ലാം 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അവർ CBT എഴുതി കഴിഞ്ഞാൽ 400 രൂപയായിരിക്കും റീഫണ്ട് കിട്ടുക എന്ന കൂടി മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടത് https://www.rrbapply.gov.in എന്നുള്ളതാണ്. തിരുവനന്തപുരം RRB അഡ്രസ് www.rrb.തിരുവനന്തപുരം.gov.in എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ കൂടുതൽ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള തീർച്ചയായും പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 ജൂൺ 30 മുതൽ ജൂലൈ 29 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. താങ്ക് യു.